ഹലോ ഫ്രണ്ട്സ്, പിമ്പിളിനും ഹെയർ ഫോളിനും തയ്യൽ മെഷീനുമായിട്ട് എന്താ കണക്ഷൻ എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ മുടി കൊഴിച്ചിൽ, മുടി പൊട്ടൽ, മുഖക്കുരു, മുഖത്തെ ചുളിവുകൾ എന്നിവയ്ക്കൊക്കെ നല്ലൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് സാറ്റിനിലെ സിൽക്കിൻ്റെ പില്ലോ കവേഴ്സ്. അപ്പോൾ അതിൻ്റെ ആഡും റേറ്റും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും അത് ഈസിയായി വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാറ്റിൻ്റെ പില്ലോ കവർ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്ച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പില്ലോൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം. 24 ഇഞ്ച് ലെങ്ത്തും 15 ഇഞ്ച് വിഡ്ത്തുമാണ് ഈ പില്ലോന്. അതിനുശേഷം ഞാനൊരു സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന ക്ലോത്താണ്. അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് എടുക്കാം. തുണി ലെങ്ത്ത് വൈസ് രണ്ടായി മടക്കിയതുകൊണ്ട് 24 ഇഞ്ചസ് ഉണ്ടായ പില്ലോ കേസിന് ഇനി നമുക്ക് 12 ഇഞ്ചസ് ആണ് ഇവിടെ ലെങ്ത്ത് ഇപ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ 12 ഇഞ്ചസ് പ്ലസ് 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ലീവ് ചെയ്തിട്ടാവുമ്പം 13 ഇഞ്ചസ് ആണ് നമുക്ക് ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ 13 ഇഞ്ചസും താഴേക്ക് 15 പ്ലസ് 1 16 ഇഞ്ചസുമാണ് മൊത്തത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായി മാർക്കിംഗ് ചെയ്തതിന് ശേഷം നമുക്കത് വേഗം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തുണി വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് മെഷർമെൻറ്റിന് യൂസ് ചെയ്യാം. ഈ ഫ്രണ്ട് പാർട്ട് എടുത്ത് വിഡ്ത്ത് എപ്പോഴും സെയിം ആയിരിക്കും. നമ്മളെ വിഡ്ത്ത് എന്ന് പറയുന്നത് 16 ഇഞ്ച്. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ പീസ് എടുത്തിട്ട് സൈഡ് ചേർത്ത് വെക്കുക. എന്നിട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക താഴേക്ക്. അങ്ങനെ രണ്ട് വശത്തും 8 ഇഞ്ച് കറക്റ്റായി മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കട്ടിംഗ് ആണ്. അതിന് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത റെക്റ്റാങ്കുലർ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അതേ വിഡ്ത്ത് പിന്നെ 16 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ തുണി വെക്കുക. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 22 ഇഞ്ചസ് എടുത്തിട്ട് ലെങ്ത്ത് എടുത്തിട്ട് ഇതേ വിഡ്ത്തിൽ ഒരു റെക്റ്റാങ്കുലർ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പീസസ്. ഫ്രണ്ടിൻ്റെ ഒരു പീസ്, ബാക്കിൻ്റെ ഒരു 2 പീസ്. ഇനിയത്തെ സ്റ്റെപ്പ് എന്തെന്നാൽ ഈ ഫ്രണ്ട് പാർട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. ബാക്കിൻ്റെ 2 പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ 16 ഇഞ്ച് വിഡ്ത്തുള്ള ആ ഒരു പാർട്ടിൽ ഒരു സൈഡ് മാത്രം, ഇപ്പോൾ ഈ ഒരു പീസിൻ്റെ ഒരു സൈഡ്, ഈ ഒരു സൈഡ് മാത്രം മടക്കി അടിക്കുക. അങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ പാർട്ടിൻ്റെയും ആ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഈ സിഗ്സാഗ് ഫൂട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന പോലെ തന്നെ രണ്ടാമത്തെ പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബിഗിനേഴ്സിന് പോലും ഈസിയായി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. 2 പാർട്ട് നമുക്ക് തയ്ച്ചെടുത്തു. ഇനി ചെയ്യേണ്ടത് ഈ 2 പാർട്ടും തമ്മിൽ കണക്ഷനാണ്. നമ്മൾ സാധാരണ പില്ലോ കവേഴ്സിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ ഒന്നിൻ്റെ മുകളിലായിട്ട് ഓവർലാപ്പായിട്ട് വരും. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ പില്ലോ കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 പാർട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഈ 2 പാർട്ടും കണക്ട് ചെയ്യാൻ നമ്മൾ ബേസ് ആയിട്ടുള്ള നമ്മൾ ഫ്രണ്ട് പാർട്ട് അവിടെ പിരിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ 2 പാർട്ടും വെച്ച് സൈഡ് മൊത്തം ഒരേ അളവിൽ ഫ്രണ്ട് പാർട്ടിനോട് ചേർന്ന രീതിയിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഇത് തമ്മിലൊരു ഓവർലാപ്പ് കിട്ടും. അവിടെ ആ 2 പാർട്ടും
കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അവിടെ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് അവർ ജോയിൻ ചെയ്ത് കാണുന്നത് പോലെ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെക്കുക. എന്നിട്ട് 4 സൈഡും കൂടി ക്ലോസ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് 4 ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. അങ്ങനെ തിരിച്ചിട്ട് കോർണേഴ്സൊക്കെ ലെവലാക്കി കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വിട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു ഡെക്കറേറ്റീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റീവ് സ്റ്റിച്ച് തന്നെ വേണമെന്നൊന്നുമില്ല, പറ്റുന്നവർക്ക് അത് ചെയ്യുക. അല്ലെ സാധാ സ്റ്റിച്ച് ആണെങ്കിലും ചെയ്ത് കൊടുക്കണം. ഒരു 1.5 സെൻറ്റിമീറ്റർ അല്ല ഒരു ഇഞ്ചോളം വിട്ടിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു സ്റ്റിച്ച് അവിടെ ഇട്ട് കൊടുക്കുക. ചുറ്റിലിടണം 4 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ ചെയ്ത സ്റ്റിച്ച്. അതിനുശേഷം നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പില്ലോ കവർ തിരിച്ചിട്ടാലും നമുക്കതിൻ്റെ ഉള്ളിൽ തുണീൻ്റെ ഓപ്പണൻസ് ഉണ്ടാവില്ല. നല്ല ഫിനിഷായിരിക്കും ഈ പില്ലോ കവറിന്. ഇതുപോലെ ഓപ്പണൻസ് ഇല്ലാണ്ട് ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു പില്ലോ കവർ കിട്ടും. അപ്പോൾ ഇതാണ് സാറ്റിൻ പില്ലോ കവറിൻ്റെ ഫൈനൽ ലുക്ക്. ഇതേതൊരു മെറ്റീരിയലും നമുക്ക് ഇതുപോലെ തന്നെ പില്ലോ കവർ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.